സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നൊരു ഫിനാൻസിൻ്റെ റീഡിംഗ് ആണ്, ഫിനാൻഷ്യൽ റീഡിങ്. അതായത് ഫൈനാൻസിൽ ഒരു ബ്ലോക്ക് സംഭവിക്കുകയാണ്. എന്തെല്ലാം ചെയ്തിട്ടും ഒരു ബ്ലോക്ക് കാണും. അങ്ങനെയുള്ള ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ്, മിഡിലുള്ള കാർഡ് ദ കറണ്ട് റിയാലിറ്റി. അത് ദ സൺ എന്നുള്ള കാർഡാണ്. ദ സൺ എന്നുള്ള കാർഡ് പുതിയ തുടക്കത്തിനെ സൂചിപ്പിക്കുന്നു. ലീഡർഷിപ്പിൻ്റെ കാർഡാണ്. കരിയർ വൈസ് ആണെങ്കിൽ പുതിയ കരിയർ, പുതിയ സംരംഭങ്ങൾ, അതിലെ അച്ചീവ്മെൻറ്റ്, ഗ്രോത്ത് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ ഒരു ടഗ്ലിംഗ് പീരീഡിലാണ് പോകണതെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആവാൻ പോകുന്നു. പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. എൻ്റെ ലെഫ്റ്റിലുള്ള കാർഡ് എന്താണ് നമുക്ക് ഇവിടെ ഫിനാൻസായിട്ടുള്ള റിലേഷൻ ഇവരുടെ നോക്കുമ്പോൾ ദ ടവർ എന്നുള്ള കാർഡാണ്. വലിയ ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നു, ധനത്തിൽ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ദ ടവർ എന്നുള്ള കാർഡ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ധനത്തിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയും ആവാം. കാരണം ചിലവർ ധനം കൂടുതലുണ്ടാവാൻ വേണ്ടി പേടിക്കും. അങ്ങനെ പേടിക്കേണ്ട കാര്യം, ധനം അബണ്ടൻസ് ആയിട്ട് തന്നെ ഭരണം മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, ദാനധർമ്മങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ധനത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി സണ്ണിൻ്റെ നേരെ താഴെയുള്ള കാർഡ് എന്താണ് അറിയാത്തത്? നൈറ്റ് ഓഫ് സോൾസ്. കാരണം ഇതൊരു യൂത്താണ്. വളരെ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്ത് ബ്രേവായിട്ട് ക്ലാരിറ്റി ഉള്ള ചിന്തയോടുകൂടി തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു യൂത്താണ്. പക്ഷേ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും മുകളിലുള്ള കാർഡ് എന്താണ്? എക്സ്റ്റേണൽ ബ്ലോക്ക്. എക്സ്റ്റേണൽ ബ്ലോക്ക് നോക്കുമ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അതായത് എല്ലാ റിലേഷനിലും, കപ്സ് എന്ന് പറഞ്ഞാൽ റിലേഷനെ സൂചിപ്പിക്കുന്നതാണ്, ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാ റിലേഷനിലും ദയയോടും സൗമ്യതയോടും കൂടി ഇടപെടാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്ത് നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ ആവശ്യമാണ് എന്നുള്ളതാണ്. അടുത്ത കാർഡ് എങ്ങോട്ടാണ് പോണത് നോക്കുമ്പോൾ ദ ഫൂൾ എന്നുള്ള കാർഡാണ്. തീർച്ചയായിട്ടും അതും മേജർ ആർക്കാന കാർഡാണ്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതൊരു യൂത്ത് തന്നെയാണ്. റിസ്ക് എടുത്ത് ഒന്നും ചിന്തിക്കാതെ തൻ്റെ ഭൂതകാലത്തെ വേദനകളൊക്കെ മറന്ന് ഒരു വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഒരു പുതിയ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു യൂത്താണ്. യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്. പിന്നിൽ കാണുന്ന ആ ഡോഗും യൂണിവേഴ്സൽ സപ്പോർട്ടിനെ സൂചിപ്പിക്കുന്നു. കാർഡിലെ മഞ്ഞ കളറും യൂണിവേഴ്സൽ സപ്പോർട്ടിനെ കാണിക്കണം. അപ്പോൾ ഇവിടെ 3 മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ലെസൺ ടീച്ച് ചെയ്യണ ഒരു റീഡിങ്ങും ആവാം. ലാസ്റ്റ് കാർഡ് എവിടേക്ക് പോകുന്നു നോക്കുമ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറത്ത് ഒരാൾ ഒരു നാണയം വെച്ചിരിക്കുന്നതാണ്. അവിടെ സ്തംഭനാവസ്ഥയാണ്, കുതിര മൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഫൂൾ എങ്ങോട്ടാണ് പോകുന്നത്? പണസമ്പാദനത്തിന് വേണ്ടി ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി. അപ്പോൾ ഇവിടെ സണ്ണ് വന്നിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. ഇതിലെ നമ്പേഴ്സ് കൂട്ടി നോക്കിയപ്പോൾ 8 വന്നത്. 8 എന്നുള്ളത് ഡിസിപ്ലിനിന് ഒരു ഓർഡറായിട്ട് പോണതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.